തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഹൃത്തായ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി 16 വയസ്സുള്ള മകൻ പ്രവർത്തിച്ചതിന് അമ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സി.പി.എം ഭരിക്കുന്ന കാരിക്കോട് സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പറായ നിസ ഷിയാസിനാണ് ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ടത്. സി.പി.എം പ്രവർത്തകനും ചുമട്ടുതൊഴിലാളിയുമായ ഭർത്താവ് 11 വർഷം മുൻപ് മരിച്ചതോടെയാണ് യുവതിക്ക് ജോലി ലഭിച്ചത്. കഴിഞ്ഞ 6 വർഷമായി നിസ ഇവിടെ ജോലി ചെയ്യുന്നു. 2 മാസം മുൻപാണ് ശമ്പളം 500 രൂപ കൂടി ഉയർത്തി 5000 രൂപയാക്കിയത്. ശമ്പളവും പുതുവർഷ ബോണസായി 1000 രൂപയും കൂടി നൽകിയ ശേഷമാണ് നിസയെ പിരിച്ചുവിട്ടത്. ബോണസായി നൽകിയ 1000 രൂപ തിരികെ കൊടുത്ത ശേഷം നിസ ജോലി വിട്ടിറങ്ങി. തൊടുപുഴ നഗരസഭയിലെ 21-ാം വാർഡായ കാരിക്കോടിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിഷ്ണു കോട്ടപ്പുറത്തിനായി മകൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നുവെന്നും സൗഹൃദത്തിന്റെ പേരിൽ പ്രവർത്തിച്ചതിനാൽ തടഞ്ഞില്ലെന്നും നിസ പറയുന്നു. എൽ.ഡി.എഫ് സ്വാധീന മേഖലയായ വാർഡിൽ 319 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിഷ്ണു വിജയിച്ചതാണ് സി.പി.എമ്മിനെ പ്രകോപിപ്പിച്ചത്. സി.പി.എം പ്രവർത്തകനും ചുമട്ടുതൊഴിലാളിയുമായിരുന്ന ഭർത്താവ് ടി.എ. ഷിയാസിന്റെ വിയോഗത്തിലാണ് ജോലി ലഭിച്ചത്. ഏക വരുമാന മാർഗമായിരുന്നു. ജോലിയിൽ തുടരാനും ആഗ്രഹിച്ചിരുന്നുവെന്ന് നിസ ഷിയാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വിഷ്ണു ജയിച്ചതോടെയാണ് ബാങ്ക് ഭരണസമിതി പകപോക്കൽ നടത്തിയതെന്നാണ് നിസ പറയുന്നത്. ഡിസംബർ 31 വരെ വന്നാൽ മതിയെന്ന് ഡിസംബർ 28-നാണ് അറിയിച്ചതെന്നും നിസ പറയുന്നു. ബാങ്കിൽ ജോലി നൽകിയ അന്നത്തെ പ്രസിഡന്റിനെയും സി.പി.എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയും നിസ കണ്ടിരുന്നു. അവർ അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും പ്രാദേശിക നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിൽ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. നിസയെ ജോലിയിൽ തുടരാൻ അനുവദിച്ചാൽ പാർട്ടി വിടുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പ്രാദേശിക പ്രവർത്തകൻ ഭീഷണിയും മുഴക്കിയിരുന്നു. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടതോടെ നിസ സി.പി.എം നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സി.പി.എം ഏരിയ സെക്രട്ടറിയെ കണ്ടപ്പോൾ ജോലിയിൽ തുടരാമെന്ന് പറഞ്ഞു. എന്നാൽ 1-ാം തീയതി എത്തിയപ്പോൾ നാളെ മുതൽ വരേണ്ട, അതാണ് പാർട്ടി തീരുമാനമെന്ന് അറിയിച്ചു. നിസയെ ജോലിയിൽ തുടരാൻ അനുവദിച്ചാൽ പാർട്ടി വിടുമെന്ന് പ്രാദേശിക പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയതും നടപടിക്ക് കാരണമായെന്നാണ് വിവരം. ഭർത്താവ് മരിച്ച നിസയുടെ ഉപജീവന മാർഗമായിരുന്നു ബാങ്കിലെ ജോലി. അതേസമയം ജോലി തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരാളെ നിയമിക്കാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചതിനാലാണ് നടപടിയെന്ന് പ്രസിഡന്റ് സജികുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപാണ് തീരുമാനം എടുത്തതെന്നും ഇക്കാര്യം നിസയെ അറിയിച്ചിരുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.